ടു ഹോം ആണെന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിംഗ് സൈഡും ഭയങ്കര അപ്ഗ്രേഡഡ് ആയിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ആഡ് അല്ലെങ്കിൽ ക്യാമ്പയിൻസ് ഇന്ന് കാണുന്ന പോലെ ഒന്നും ആ ടൈമിൽ ഫ്രഷ് ടു ഹോമിനൊന്നും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ കാലത്ത്. അതെ അതെ. ഒന്നിന്റെ പൈസ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സിറ്റി ഹോം തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിലൊരു ഒരു ദിവസം 10-20 ഓർഡർ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങണത്. പക്ഷെ തുടങ്ങി ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് കത്തി കയറുമെന്ന് മനസ്സിലായി. ഫ്ലൈറ്റിലൊക്കെ സ്ഥലമില്ലാന്ന്. ഇവിടുന്ന് അന്നത്തെ ഒരു കസ്റ്റമറിന് ഒരു ചെറിയ തെർമോക്കോൾ ബോക്സ് ആണ്. അതൊക്കെ ഞാൻ പോയി തെർമോക്കോൾ കമ്പനിയിൽ സെറ്റ് ചെയ്താണ്, പല വലിപ്പത്തിലുള്ള സാധനമൊക്കെ ഉണ്ടാക്കിച്ചാണ്. അത് തെർമോക്കോൾ ബോക്സ് അപ്പൊ ഒരു 100, 200, 500 ഓർഡർ ഒക്കെ ആകുമ്പോൾ വലിയ ഓടിയാണ്, ഫ്ലൈറ്റിനകത്ത് പോലും കയറുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കത്തി കയറുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം അന്നേരം ഉണ്ടായേ ഇല്ല. എന്റെ പൈസ ഇല്ല, ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും കൊടുക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ ആ പൈസ മുടക്കാണ്ട് തന്നെ എനിക്ക് ഓർഡർ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മള് ഈ ആൾക്കാരുടെ മുമ്പിലേക്ക് വെക്കുന്ന ഐഡിയ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഓരോരുത്തരും ബിസിനസ് ചെയ്യണത് എന്തിനാ? എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ബിസിനസ്സുകാരൻ അല്ല ഞാൻ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ. പക്ഷെ എപ്പോഴും ഞാൻ ഈ സ്റ്റാർട്ടപ്പുകളോട് പറയും, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയ ലോകത്തിൽ ഏതെങ്കിലും ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. അത് എത്രത്തോളം ആൾക്കാരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ആണോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ അറിയാണ്ട് തന്നെ വളരും. ഞാൻ സീറ്റ് ഹോം കൊണ്ടുവന്നപ്പോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ മിടുക്കൊണ്ടോ എന്റെ ബന്ധുക്കളായോണ്ടോ ഒന്നും അല്ല അവരെടുത്തത്. അവരെല്ലാരും ആഗ്രഹിച്ചിരുന്നു ഈ മാർക്കറ്റിലോ കടപ്പുറത്തോ പോയി കഷ്ടപ്പെടാതെ എന്റെ വീട്ടിൽ ആരെങ്കിലും ഉത്തരവാദിത്വം ഒരു മീൻ കൊണ്ടും തന്നിരുന്നെങ്കിൽ, വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്റെ സീറ്റ് ഹോം ചെന്ന് ഇറങ്ങുന്നത്. മനസ്സിലായി? അവരുടെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് എന്റെ സീറ്റ് ഹോം അവിടെ അവതരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാരും കൈനീട്ടി സ്വീകരിച്ചത്. പിന്നെ